അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 49 അധ്യായം 15 16 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. നിൻ്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും എന്ന്. 27 സങ്കീർത്തനം 10 വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യെശയ്യാ പ്രവചനം 49 അധ്യായം 15 വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? കുഞ്ഞിനെ മറക്കുവാനും അവനോട് കരുണ തോന്നാതിരിക്കുവാനും ഒരു അമ്മയ്ക്ക് കഴിയുകയില്ല. എന്നാൽ അമ്മ മക്കളെ മറന്നിട്ടുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മക്കൾ അമ്മയപ്പന്മാരെ മറന്നിട്ടുള്ള സംഭവങ്ങളും അനവധി ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് നാം മറന്നു പോകരുത്. ഇങ്ങനെയുള്ള വാർത്തകൾ നാം കേൾക്കുമ്പോൾ ഓർക്കണം, യേശു കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന്. നാം ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ മറക്കാതെ അവരെ അനുഗ്രഹിക്കണം. അതുപോലെ തന്നെ നാം നമ്മുടെ മാതാപിതാക്കളെ മറക്കാതെ അവരെ സഹായിക്കുന്നവരാകണം. കാരണം ന്യായാധിപന്മാരുടെ പുസ്തകം 1 അധ്യായം 7 വാക്യത്തിൽ അദോനീബേസക്ക് പറയുകയാണ്, തൻ്റെ കാലുകളുടെയും കൈകളുടെയും പെരുവിരൽ യഹൂദന്മാർ മുറിച്ചു കളഞ്ഞതിന് ശേഷം കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞ 70 രാജാക്കന്മാർ എൻ്റെ മേശയിൻ കീഴിൽ നിന്നും പെറുക്കി തിന്നിരുന്നു. ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു. അദോനീബേസക്ക് പറഞ്ഞ വാക്കുകളാണ് നാം ഇപ്പോൾ കേട്ടത്. ഇതിൽ നിന്നും ഒരു കാര്യം സ്പഷ്ടമാണ്, നാം എന്തെല്ലാം ചെയ്യുന്നുവെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളും അതിനേക്കാൾ ഉപരിയായി നമ്മുടെ സൃഷ്ടാവും നോക്കിക്കൊണ്ടിരിക്കുന്നു. നാം എന്ത് വിതച്ചുവോ അത് തന്നെ കൊയ്യും. നാം നന്മ വിതച്ചിട്ടുണ്ടെങ്കിൽ ആരെല്ലാം വിചാരിച്ചാലും നമുക്ക് തിന്മ കൊയ്യേണ്ടി വരികയില്ല എന്ന് ദൈവവചനം നമുക്ക് ഉറപ്പ് തരുന്നു. കർത്താവ് യെശയ്യാ പ്രവചനം 49 അധ്യായം 15 വാക്യത്തിൽ കൂടി നമുക്ക് ഉറപ്പ് തരികയാണ്, പെറ്റമ്മ നിന്നെ മറക്കുകയില്ല, ഇനി അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവത്തിൻ്റെ വാക്തത്വമാണിത്. ഒരു കുഞ്ഞിന് പാല് കൊടുക്കുന്നതിനും അതിനെ കുളിപ്പിച്ച് ഉടുപ്പ് ഇട്ടുകൊടുക്കുവാനും കുഞ്ഞ് ആവശ്യപ്പെടാറില്ല. വിശക്കുന്ന കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലാകും. ഇരു കൈകളും മടക്കി പിടിച്ച് കരഞ്ഞാൽ കുഞ്ഞിന് വിശന്നിട്ടാണെന്ന് മനസ്സിലാക്കാം. അതിന് കൈ പതിയെ നിവർത്തുവാൻ തുടങ്ങുന്നത് വിശപ്പ് മാറുമ്പോഴാണെന്ന് പറയപ്പെടുന്നു. സ്വന്തം മാതാവിന് ശബ്ദം കേട്ടാൽ ഉടനെ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറുന്നു. സ്വന്തം മാതാവിൻ്റെ സ്പർശനം പോലും ഒരു കുഞ്ഞിന് വ്യക്തമായി മനസ്സിലാകും. കാരണം തൻ്റെ മാതാവ് കുഞ്ഞിനെ എടുക്കുമ്പോൾ അതിന് സ്വസ്ഥത കിട്ടുന്ന രീതിയിലായിരിക്കും എടുക്കുക. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെ തിരിച്ചറിയുവാൻ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്വന്തം മാതാവ് കുഞ്ഞിനെ എടുത്ത് താലോലിച്ചാലും പാൽ കൊടുത്താലും എന്തെല്ലാം ചെയ്താലും കുഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കും. കുഞ്ഞിൻ്റെ അങ്ങനെയുള്ള കരച്ചിൽ കേൾക്കുമ്പോൾ ഉടനെ ആ മാതാവ് ശിശുരോഗ വിദഗ്ധൻ്റെ അടുക്കൽ ചെല്ലാറുണ്ട്. മിക്ക കേസുകളിലും അവർ കൊടുക്കുന്ന മരുന്നുകളാൽ കുഞ്ഞിന് ആശ്വാസം വരാറുണ്ട്. എന്നാൽ വൈദ്യന്മാർക്കും കരച്ചിൽ മാറ്റുവാൻ കഴിയാത്ത പല സാഹചര്യങ്ങൾ ഉണ്ട്. അവിടെ ദൈവത്തിന് മാത്രമേ പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. പെറ്റമ്മ മറന്നതല്ല, അമ്മയുടെ കഴിവിന് പരിമിതികളുണ്ട്. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനെയല്ല, അവനും നമ്മെ സഹായിക്കുവാൻ കഴിയും. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വാഗ്ദാനം യാക്കോബിന് വേണ്ടിയുള്ളതാണെന്നതാണ്. യാക്കോബ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സന്തതികൾക്ക്, ഇസ്രായേൽ മക്കൾക്ക് തന്നെയുള്ള വാഗ്ദാനമാണ് ഇത്. കാരണം അവർക്ക് ദൈവം മോശ മുഖാന്തരം ഒരു പ്രമാണം കൊടുത്തിട്ടുണ്ട്. ആ പ്രമാണം അനുസരിക്കുന്നവർ ആരോ അവർക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ഈ വാഗ്ദാനം അവകാശപ്പെടാം. സ്വന്തം മാതാവോ പിതാവോ അവരെ കൈവിട്ടാലും യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തു അവരെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നാണ് യെശയ്യാ പ്രവചനം 49 അധ്യായം 15 വാക്യം നമുക്ക് ഉറപ്പ് തരുന്നത്. ജോൺ വെസ്ലിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് അറിഞ്ഞ ജോൺ വെസ്ലിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചെറിയ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. തൻ്റെ കാലത്ത് വലിയ ഉണർവ് യോഗങ്ങൾ ജോൺ വെസ്ലിയിൽ കൂടി കർത്താവ് നടത്തുകയുണ്ടായി. അനേകായിരങ്ങൾ തൻ്റെ യോഗത്തിന് വരുമായിരുന്നു.
ട്രെയിൻ തൻ്റെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടെ നിർത്തിയിട്ട് ഡ്രൈവർ ഉൾപ്പെടെ യാത്രക്കാർ പ്രസംഗം കേൾക്കുവാൻ ചെല്ലുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ പ്രസംഗം കേൾക്കുവാൻ ചെല്ലുന്ന മദ്യപന് അതിനുശേഷം മദ്യം കുടിക്കുവാൻ കഴിയുമായിരുന്നില്ല. മിമിക്രി കാണിക്കുന്ന ഒരുത്തൻ വെസ്ലിയുടെ പ്രസംഗം കേൾക്കുവാൻ പോകുന്ന ആൾക്കൂട്ടത്തെ തടയുവാൻ അവരുടെ മുമ്പിൽ നിന്ന് മിമിക്രി കാണിച്ചു. എന്നാൽ അവന് ഗണ്യമാക്കാതെ സുവിശേഷം കേൾക്കുവാൻ ജനം കൂട്ടമായി ചെന്നു. അത്രമാത്രം ആ കാലഘട്ടത്തിൽ ജോൺ വെസ്ലിയെ കർത്താവ് ഉപയോഗിച്ചിരുന്നു. എന്നാൽ ജോൺ വെസ്ലിക്ക് ഉദ്ദേശം 5 വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മയും അപ്പനും അവനെ മറന്ന ഒരു ചരിത്രമുണ്ട്. മനഃപൂർവ്വമായിട്ടല്ല എങ്കിലും മരണത്തിൽ നിന്നും ജോൺ വെസ്ലിയെ രക്ഷിച്ചത് ദൈവം അവനെ മറക്കാതിരുന്നതിനാൽ ആണ്. 1-ാം നിലയിലായിരുന്നു അവരുടെ താമസം. വീടിന് തീ പിടിച്ച് തീ ആളി കത്തുവാൻ തുടങ്ങിയപ്പോൾ ജോൺ വെസ്ലി ഒരു കൊച്ചുമുറിയിൽ ഉറക്കത്തിലായിരുന്നു. മാതാപിതാക്കളും എല്ലാവരും തീ കണ്ടപ്പോൾ ജീവരക്ഷാർത്ഥം ഓടി പുറത്തു കടന്നു. വീടിൻ്റെ മേൽക്കൂര കത്തി താഴെ വീണിരുന്നു. താഴെ വന്നു കഴിഞ്ഞ പിതാവിന് ഒരു കാര്യം മനസ്സിലായി: ജോൺ വെസ്ലി കത്തിത്തീരാറായ വീട്ടിൽ പെട്ടുപോയി എന്ന്. കാരണം ആ പിതാവ് തൻ്റെ മകൻ്റെ കാര്യം ഓർത്തിരുന്നില്ല. എന്നാൽ ജോൺ വെസ്ലിയുടെ പിതാവ് മുട്ടുകുത്തി ദൈവത്തോട് നിലവിളിച്ചു. തൻ്റെ മകനെ ലഭിക്കുവാനായി വീടിൻ്റെ മുറിയിലേക്ക് കയറുവാനുള്ള എല്ലാ വഴികളും തീ പിടിച്ചിരുന്നു. വെസ്ലിയുടെ പിതാവ് പ്രാർത്ഥന കഴിഞ്ഞ് നോക്കുമ്പോൾ കൊച്ചു ജോൺ വെസ്ലി തൻ്റെ പിതാവിൻ്റെ സമീപത്ത് നിൽക്കുന്നതാണ് കണ്ടത്. വിവരം ചോദിച്ചറിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് തീ മൂലം ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ ബാൽക്കണിയിൽ നിന്ന് കരയുന്ന കുഞ്ഞ് ജോൺ വെസ്ലിയെ രക്ഷിച്ചത് യൗവനക്കാരായ അവിടെയുണ്ടായിരുന്ന ചിലരായിരുന്നുവെന്ന്. അതും ഒരാളുടെ പുറത്ത് മറ്റൊരാൾ കയറി നിന്ന് കുഞ്ഞിന് തീയുടെ മണം പോലും ഏൽക്കാതെ ബാൽക്കണിയിൽ നിന്നും രക്ഷിക്കുകയായിരുന്നു. മനഃപൂർവ്വമല്ലെങ്കിലും തൻ്റെ പിതാവ് അവനെ മറന്നു. എന്നാൽ കർത്താവ് അവനെ ഓർത്തു, അവനെ രക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ജോൺ വെസ്ലി എന്നും അത് ഓർക്കുകയും തീയിൽ നിന്നും തന്നെ രക്ഷിച്ച ദൈവത്തെ സാക്ഷിക്കുകയും അനേകരെ നരകത്തിയിൽ നിന്നും രക്ഷിക്കുവാൻ താൻ ഒരു മുഖാന്തരമായി തീരുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ആരും നമ്മെ രക്ഷിക്കുവാൻ വന്നില്ലെങ്കിലും നാം വിഷമിക്കേണ്ട ആവശ്യമില്ല. യേശുവിനെ അനുസരിക്കൂ, അവനെ കാത്തിരിക്കൂ. നിശ്ചയമായും യേശുവിന് നമ്മോട് കരുണ തോന്നും. ആരെല്ലാം മറന്നാലും മറക്കാത്തവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവന് നമ്മെ മറക്കുവാൻ കഴിയുകയില്ല. കാരണം നമ്മെ അവൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. അതെ, നമുക്ക് വേണ്ടി അവൻ്റെ ഉള്ളം കയ്യിലും കാലുകളിലും കാരിരുമ്പാണികൾ അടിച്ച് ഇറക്കിയിരുന്നു. നാം നരകത്തിയിൽ നിന്നും രക്ഷിക്കപ്പെടേണ്ടതിനു വേണ്ടിയാണ് അവൻ കാൽവരി ക്രൂശിൽ സകല യാതനയും സഹിച്ച് ശാപവും പാപവും ചുമന്ന് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ട് തന്നെ നമ്മെ എങ്ങനെ അവൻ മറക്കും? ആരെല്ലാം മറന്നാലും യേശു നമ്മെ മറക്കുകയില്ല. അവന് നമ്മെ മറക്കുവാൻ കഴിയുകയുമില്ല. നമുക്ക് വേണ്ടി വില നൽകിയവനാണവൻ. ആകയാൽ നമുക്ക് യേശുവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് യേശുവിനെ സ്നേഹിക്കാം, പാപത്തെ വെറുക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഭാവിയെ ഓർത്ത് ദുഃഖിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് നല്ല ഭാവി കൊടുക്കണമേ. സമാധാനമില്ലാതെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. പുത്രനഷ്ടം മൂലമോ പുത്രി നഷ്ടം മൂലമോ ആരെങ്കിലും സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങ് അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സ്വന്തമായി വീടില്ലാത്തവർക്ക് സ്വന്തമായി വീട് കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.